മോർണിംഗ് സർ. എന്താടാ തീർന്നോ നിന്റെ സസ്പെൻഷനൊക്കെ? സർ പക്ഷെ പോസ്റ്റിംഗ്. സാർ സാർ ഫോൺ. സാർ നരേന്ദ്രൻ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തരവഴി കാണിച്ചിട്ട് വന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നു. കണ്ടില്ലേ ബ്ലേഡി ഇഡിയറ്റ്. ഗുഡ് മോർണിംഗ് സാർ. എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ 48 കഴിഞ്ഞില്ലല്ലോടാ കൊച്ചിയിലോട്ട്. എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം സൂക്കാട് ഇവന്റെ നെഞ്ചത്തോട്ട് പിടച്ചു കയറാൻ, അതും പബ്ലിക് റോഡിലിട്ട്. എടാ ഇങ്ങോട്ട് നോക്കാൻ. ആർ യു നോട്ട് അഷേംഡ് യു ഇഡിയറ്റ്? സാർ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലെന്ന്. സാർ സാറിന് അറിയില്ലേ നാണിക്കാൻ? ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ. ആർ യു നോട്ട് അഷേംഡ്? തർക്കുത്തരം പറയുന്നോടാ ഇഡിയറ്റ്. സാർ പ്ലീസ് വേണ്ട സാർ. എനിക്ക് വേണ്ടി സാർ നാണം കിടാൻ നിൽക്കണ്ട. ഇന്ന് ആരുടെ കൊമ്പിൽ ആഹാ തൊട്ടുപോലവനെ. സോറി സാർ. അവന്റെ ഒരു സോറി. ജയ് സാർ. നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. സാർ നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. മാറങ്ങോട്ട്. സാർ സാർ പെട്ടി ടേക്ക് ഇറ്റ് സാർ. ടേക്ക് ഇറ്റ് ഐ സെറ്റ്. രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ടാൻ. ഘനമുണ്ടോടാ? എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഘനമുണ്ടോന്ന്. നിന്റെ വായിലെന്താണ്? സാർ അങ്ങോട്ട് പിടിച്ചു നോക്ക് കനമുണ്ടോ. ഒറ്റ ആ ബട്ടൺ ഇടറോ. ഇപ്പൊ എങ്ങനെയാടാ പതിവുണ്ടോ? ബോംബിറ്റ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു 4 എണ്ണം. That's none of your business. എന്താടാ? സാറ് സാറിന്റെ പണി നോക്ക് സാറേ. ആ പെട്ടി അങ്ങോട്ട് വെക്കടാ. ആ തുറക്ക്. നിനക്കാ? എനിക്ക് വേണ്ട. അങ്ങോട്ട് പിടിക്കടാ. എടാ കുപ്പിയാ, നല്ല മെക്സിക്കൻ ഡ്രിങ്ക്. മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിഞ്ഞതാക്കി. അതിന്റെ പേരെന്തുവാ? ഷക്കീലിയോ? ഷക്കീലല്ല ഷക്കില. അതൊക്കെ നല്ല നിശ്ചയമാ. എന്റെ ഷാഹിനാമോള് ലാസ്റ്റ് മന്ത് ദുബായിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നരിയങ്കളിന് തരാൻ. നീ കണ്ണൂരായിരുന്നത് കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല. എന്നാടാ പിടിക്ക്. എനിക്ക് വേണ്ട. എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവന്മാരുടെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും പിടിച്ചില്ലേ നിങ്ങൾ? ഞാനൊന്നും പറയുന്നില്ല. പതുക്കെ ഡിജിയാ ഒന്ന് എടുത്തോട്ടെ. ഹലോ. കൂടെ സാർ ഷിഹാബുദ്ദീൻ. ഇല്ല സാർ, ചെവിക്ക് പിടിച്ചുകൊണ്ടുവന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അയ്യോ സാർ അത് വേണ്ട. ഇദ്ദേഹം ഈ ലോ റാങ്കുള്ള ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച് ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ. സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ 9 എണ്ണം തിരിച്ചു വിളിക്കും. നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ. ഹീസ് ആൻ അൺകൂത്ത് റോക്ക്. സാർ 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 ബോധർ ചെയ്യണ്ട, ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ. വിളിച്ചോളാം സാർ. ഇതാണ് പറയുന്നത് തലയ്ക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ തലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന്. എടാ ഏതെങ്കിലും ഒരു DG ഒരു AC നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രമുണ്ടോടാ കേരള പോലീസിലെ? അയ്യേ. ഇനി കുറച്ചു കഴിയുമ്പോ CMന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും. എന്താ സംഭവം, എന്ത് നടപടി എടുത്തു എന്നറിയാൻ. ഞാനെന്തു പറയണം? അല്ല എന്താ പറയേണ്ടത്? പിന്നെ ഞങ്ങൾക്കൊരു പണിയില്ലേ? എന്താടാ? സാർ CMന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്ന്. നരി നീ പൊത്ത് മേടിക്കും കേട്ടോ. കമ്പിളി കണ്ടം ജോസ്. എടാ കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ്. നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം. കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട്. യു വിൽ റിപ്പോർട്ട് ടു മീ. നരി ഒന്ന് നിന്നേടാ. എടാ പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നല്ലേടാ ഞാന്. പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നൊന്നുമല്ല.
രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു. സാറ് പോരാൻ നേരത്തെ മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു. മറക്കാതെ എടുത്തു തരാൻ ഡ്രൈവർ പറഞ്ഞ് ഏൽപ്പിച്ചു. അതല്ലേ സത്യം? അപ്പൊ അവള് വിളിച്ചായിരുന്നു നിന്നെ? എന്റെ അറാം പറഞ്ഞോള്? ഇല്ല സർ, സാറിന്റെ അറാം പറഞ്ഞോളൂ, എന്റെ അറാം പറഞ്ഞോളൂ വിളിച്ചിരുന്നു. താങ്ക് യു സർ. എടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രഭ എന്താ പരിപാടി? അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട്? വേണ്ട സർ, ആണ്ടിൽ 4 പ്രാവശ്യം സ്ഥലം മാറ്റം കിട്ടുന്നവന്റെ ഭാര്യയ്ക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും ഒഴുക്കില്ല. എടാ, ഇത് എന്റെ തീരുമാനമല്ല, അവളുടെ തിരിച്ചറിവാണ്. ഷീ ഹാസ് ക്വിറ്റ്. ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്നെ സർവീസിന് ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം. എന്നാലേ പാവം അവൾക്ക്. നിർത്തടാ, അറം പറ്റുന്ന വർത്താനം പറയും. എടാ, തോമസ് ആന്റണി, നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അവൻ നിന്നെ വിളിച്ചോളൂ. ഓരോരോ സാറിനെ പണിയെ രാത്രിയും കെട്ടുന്നു വിട്ടപ്പം ബാറ്ററി പോക്കാണ് സർ. ചവിട്ടിയരപ്പിച്ച് നോക്കി എടുക്കുന്നില്ല. ആരാന്ന് വെച്ചാൽ നോക്കാൻ പറ. അതായത് വീട്ടിലെത്തിച്ചേ. ഓട്ടോ വിളിച്ചോ. എന്നാൽ കണ്ണൂരിൽ നിന്ന് വന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് വിളിച്ചില്ലല്ലോടാ നീ? എന്നെ പറ്റിയടാ സാർ? ആക്ച്വലി പറയടാ. സാർ, ഐ മീൻ പുത്തൻ ബാറ്ററി കിടന്നായിരുന്നു സാറേ. ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തതിന് മുന്നേ നമ്മുടെ മറ്റേ DVSP സെബാസ്റ്റ്യൻ സാറ് അത് ഊരിയിട്ട് പുള്ളിയുടെ സ്വന്തം വണ്ടിയെ പിറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. നീ ഒരു പണി. എന്തോ? നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാർ അറിയില്ലേ? അയ്യോ സാറേ, എടാ, നോർത്തിലെ ഒമേഗ ബാറ്. നിനക്ക് ഓർമ്മയില്ലടാ? എടാ, തേരട്ട സഹദേവൻ, വ്യാജമദ്യം, പണ്ടൊരു 5-6 പേരുടെ കണ്ണുപോയ കേസ്. എടാ, അന്ന് നീ അവനെ പിടിച്ച് അകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ 3-4 റിബ് ഒടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കക്ഷി. ഓ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സുലൈമാനെ, നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക. കൗണ്ടറിൽ സഹദേവന്റെ അളിയൻ മിസ്റ്റർ പുഷ്കരാശനെ കാണുക. എന്നിട്ട് തോമസ് ആന്റണി സാർ SP പറഞ്ഞിട്ടാന്ന് പറയുക. അവൻ മിനിറ്റ് വെച്ച് ആളെ വിട്ട് വണ്ടി എടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ടിട്ട് വരും. നീ ചെല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇനി വേറെ വല്ലതും വേണോടാ? ഫോഗ് ലാമ്പോ, ടയറോ, ഓയിൽ ചേഞ്ചോ? എനിക്കൊരു ബാറുകാരന്റെ ബാറ്ററി വേണ്ട, കോപ്പം വേണ്ട. സർക്കാർ വണ്ടിയാ, സർക്കാർ പണിച്ചോളൂ. സർക്കാർ പിന്നെ പുഴിങ്ങ അങ്ങ് തരും. എടാ നരി, ദേ നോക്ക്. എടാ, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനെ 3/4 വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടിൽ കിടന്ന് ഓടുന്നതേ വേണ്ടേ ഈ പാവം പിടിച്ച ബാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാ. എന്തിന്? എന്റെ ഈ സ്കോഡ ഓയില്, ഡീസല്, ഫിൽറ്റർ ചേഞ്ച്. എടാ, എടുത്തിട്ട് 6 മാസമായി. ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല തോമസ് ആന്റണി. എല്ലാം സ്പോൺസേഡ് ആടാ. എന്നാ പിന്നെ വീട്ടിൽ പെമ്പർ നോക്കിക്കൂടെ ഒന്ന് ഏർപ്പാടാക്കി കൊടുത്തൂടെ? എന്തോന്ന് സ്പോൺസർഷിപ്പ്? പിന്നെ ഒരു കാര്യം, ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപോടാ വിളി വേണ്ട. ഇന്നത്തെ നിലയ്ക്ക് AC നരേന്ദ്രനേക്കാൾ ഒരു പടി മുകളിലാണ് തോമസ് ആന്റണി SP. ആ മാനക്കേട് അടിയൻ അങ്ങ് സഹിച്ചു. അല്ല പിന്നെ എടാ നരി, അല്ലെ പിന്നെ ഇന്ന് ഓഫീസിൽ കയറണ്ട. നിന്നെ കണ്ടതല്ലേ, വാ കയറ്. നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം. നല്ല സ്മൂത്ത് റമ്മ് കിട്ടും. വേണ്ടെന്നേ, സാർ ഒരു റാങ്ക് മുകളിലല്ലേ, വിട്ടുവയ്ക്കോ. വാ കേറടാ. ഓസ് വേണ്ടെന്നേ. ഇല്ലടാ, നിന്റെ വീട്ടിലേക്കാ. നീ അവളെ വിളിച്ചു പറ നല്ല ചായ ഇട്ട് വെക്കാൻ. വാടാ കേറ്. ദി മോഡേൺ ലെഫ്റ്റ്, ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്, സമരവും ജീവിതവും. എന്താടി, ഇവനെപ്പോഴും വലിയ സഖാവാ? കഷ്ടം. എന്നാലും എന്റെ പ്രഭേ, ഇവന്റെ ഈ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡേൺ ലെഫ്റ്റും വാങ്ങിച്ചു കൊടുന്ന ചക്രം ഉണ്ടേല് തന്റെ ഈ തിന്നേല് 4 നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ. ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്നിരിക്കാൻ. വരുന്നുണ്ട് തോമാച്ചൻ, നേരിട്ട് തന്നെ ചോദിച്ചാ മതി. ദേ കണ്ടില്ലേ, നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങളെല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ പറഞ്ഞതാ നരീനോട്. എടാ, നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട്. അവന്മാര് കാട്ടിക്കേറി നല്ല 1-ാം തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ട് തരും. എന്നതാ വേണ്ടേന്ന് വെച്ചാ നല്ല ഈട് ഫർണിച്ചർ പണിയിപ്പിച്ചിട്ടോടാന്ന്. ആര് കേക്കാൻ? ആ കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്ന് തന്റെ അമ്മായപ്പനില്ലേ ഉമ്മച്ചൻ കോണ്ടാക്ടർ, അത് ഞാനൊരു സപ്രപഞ്ചം പണിത് കൊടുത്തു. എനിക്കിതാ ഇവന്റെ ഇതേ ഇരുന്ന ഊരിറയ്ക്കും. സാറന്മാരാരും ഈ വഴിക്ക് വിരുന്ന് കയറണ്ട. നല്ല ചായ. ഒന്ന് പോടാ. ദേ പ്രഭേ, നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞിങ്ങോട്ട് വിടും.
ഇൻസ്റ്റാൾമെന്റുകാര്. സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കുടച്ചക്രോ എന്നതാ വേണ്ടെന്ന് വെച്ചാ ഇറക്കിച്ച് പോവന്മാര്. സൗകര്യം ഉള്ളപ്പോ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ അടവടച്ചാ മതി. ഇനി ഇല്ലേ ഒട്ടടയ്ക്കുകയും വേണ്ട. നമ്മുടെ പിള്ളേരാടാ. തോമാച്ച, ആ, ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറ്റ എന്റെ മുറ്റത്ത് കാലുകുത്തിയാലുണ്ടല്ലോ അവന്റെ നടുവ് ഞാൻ ചവിട്ടി പറിക്കും. ആ ഒടിക്കോ പറിക്കോ എന്നാ ചെയ്യ്, നിന്റെ ഇഷ്ടം. എന്നാ പറവേ. ഹായ് തോമാച്ച. മോനെ. ആ കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാച്ച കാണാൻ വന്നിരുന്നു, കണ്ണൂര്. ഓർമ്മയുണ്ടോടാ മക്കളെ? ഇപ്പൊ അവസ്ഥയൊക്കെ മാറി, മച്ച് ബെറ്റർ ഇല്ലടാ. ഇവനെ ഇവിടെ ചേർത്തോ? ഓ ചേർന്നല്ലോ. നാഷണൽ പബ്ലിക് ഓ നാഷണൽ പബ്ലിക് സ്കൂൾ, നല്ല ഫസ്റ്റ് പള്ളിക്കൂടം. എന്ത് ആദർശം വേണേലും നീ പറഞ്ഞു. പക്ഷെ ഒരൊറ്റ കാര്യം, കൊച്ചുങ്ങളുടെ ഫ്യൂച്ചർ അത് വെച്ച് നീ കളിക്കരുത്. ഓ ബട മക്കളെ, നമുക്ക് പോയേക്കാം. ഞാനും ഇനി ഞാൻ കൊണ്ടുപോവാ. ഡിന്നർ കൊടുത്ത് കുറിപ്പിന്റെ കൂടെ തിരിച്ചു വിട്ടേക്കാം. ആ ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട, ഫുഡ് ഞാൻ കൊടുത്തയച്ചോളാം. വേണ്ട, അതെന്നാടാ? നീ ഇവനെ കൊണ്ട് വയ്ക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഇന്ന് അത്താഴം അവിടെ നിന്റെ വീട്ടില്. അടിപൊളി. ഓക്കെ, നമുക്ക് പോവാമോനെ. ആ പിന്നെ നരി, നീ പോരുമ്പോ ആ അയച്ചു തന്ന സാധനം അതും കൂടെ എടുത്ത് വണ്ടിയിലേക്കാരെ. ഓക്കെ. എടാ മറ്റേ ഷക്കീല, നമുക്ക് നാരങ്ങാ നീര് പറ്റി നക്കാവടാ. എന്നാ? താങ്ക് യു. എടാ ദേ, ഇനി മാഡം വന്നിറങ്ങുമ്പോ അവര് വെയിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ നീ ഒരുമാതിരി കണാവുണ വർത്താനം പറഞ്ഞേക്കരുത്. ഓ ആ എത്തിയല്ലോ. ഗുഡ് ഈവനിങ് മാഡം. ഞാൻ തോമസ് ആന്റണി, SP. ബാലു മുമ്പ് തൃശ്ശൂർ ഇരുന്നപ്പോ അതേ SP ആയിരുന്നപ്പോ ഞാൻ PG സർക്കിളാ. ഇടയ്ക്കിടയ്ക്ക് അതേ അവിടുന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വെടിയർച്ചയായിട്ട് വരുമായിരുന്നു വീട്ടിൽ. അയ്യോ മാഡം, ഇത് നരേന്ദ്രൻ, AC-യാ. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. വരൂ, ഇനി ഒന്ന് ശ്വാസം വിട്ടേ. അയ്യോ CM, ശ്വാസം പിടിക്കാനല്ല. നല്ല ആളോടാ. കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെട്ടിപ്പിടിച്ച് നടക്കുന്നതിന്റെയാ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോ വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ സാർ ബുദ്ധിമുട്ടായിട്ട്? കേൾക്കുന്നില്ലേ? എന്തുവാ? അതായത് നമ്മള് രാവിലെ ഒരു കട്ടനും കൂടി ചേച്ചിച്ചെന്നിരിക്കുമ്പോ ശരിയാവുന്നില്ല. വായ്ക്ക് രുചിയായിട്ടൊരു ശോധനയില്ല. എന്റെ ഭഗവതി, സത്യം. അത് മാത്രം ഒന്ന് ശരിയായി കിട്ടിയച്ചാ മതി. അതിന്റെ ആ പുള്ളിക്ക് എടുത്തിയാട്ടോ മുൻകോപയല്ല. മരുന്ന് മാറ്റി കുറിച്ചിട്ടുണ്ട് മാഡം, ഇത്തവണ ശരിയായിക്കോളും. ഓ എവിടെ, ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി ലണ്ടനിലെ ആശുപത്രിയിൽ പോയി കിടക്കണം. എനിക്ക് ലണ്ടനാ പഥ്യം. ഇവിടെ പോളന്മാരാ ഈ ഡോക്ടേഴ്സ്. എന്റെ പൊന്നു ഡോക്ടറെ, ആ നാക്ക് നന്നക്കമ്പല മരുന്നുണ്ടോ? കൂടെ. ശരി സാർ, നാളെ രാവിലെ. മാഡം ആ എടാ, ഞാൻ 20 സെക്കൻഡ് ദുബായിലെത്തും. പിന്നെ അവന്മാരാ ബാലൻസ് സെറ്റ് ചെയ്തിട്ടില്ല. ആ കുത്തിപ്പിടിച്ചിങ്ങ് മേടിച്ചോണം. ചുമ്മാ പപ്പ വെറുതെ പൊട്ടം കളിക്കുന്നല്ലേ മമ്മി. എല്ലാം അറിയാം, ഏത് ഡീലാ, എത്ര എമൗണ്ടാ, എല്ലാം ചുമ്മാ. പറയാം. ഐജി ഷിഹാബുദ്ദീൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്നേ, ഇതിട്ടോണ്ട് പോയച്ചാ മതി. ആരെങ്കിലും കാണാൻ വന്ന് നിൽക്കുമ്പോ ഉടനെ അങ്ങോട്ട് ഓടിച്ചെന്നോളൂ. അക്ഷം കാണിച്ചോട്ടും അങ്ങോട്ട് ഊരിക്കേ. ഇപ്പൊ വരും. അഭി ആയേഗ? ആയേഗ. എടാ തന്നെ എന്തിനാണ് കുറെ നേരം അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്? സർ മുझे മൂഞ്ചാർ में പോസ്റ്റിംഗ്. എടോ മൂഞ്ചാറല്ല, മൂന്നാർ. പന്നിയുടെ ഇന്നാ മൊരങ്ങോടൻ. അല്ലെങ്കിൽ തന്നെ ആ പേര് കേട്ടാ മതി. ഇപ്പൊ ചൊറിയ CM, ഇയാളാ ഇടുക്കിയിലെ പോസ്റ്റിംഗിന്റെ മറ്റേ ജഹാംഗീറിന്റെ. കണ്ടാ മതി. ജി സർ. എവിടെയോ മറ്റവൻ പുറത്തുണ്ട്. വിളിപ്പിക്കണോ സഹദേവാ? എന്നാ ഇത് കൂടെ കഴിച്ചേച്ച് ഇങ്ങോട്ട് വാ. പാർട്ടി സമ്മേളനം എല്ലാം തോക്കുവാന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ എടുത്തോട്ടാ. അത് പിന്നെ പണ്ടേ ഉള്ള രീതിയാ. കൂടെ നിൽക്കുന്നവരെ അവർക്കൊരാവശ്യം വരുമ്പോ കൈവിട്ടുകളയും. അതിന്റെ ആയിപ്പോ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഞങ്ങൾക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ചാ ഞാനും പിള്ളേരും. നീ അകത്ത് പോ. സർ, എക്സ്ക്യൂസ് മീ. വാ. ഗുഡ് ഈവനിങ് സർ. നരിയോ പുലിയോ എന്താണോ ഇവന്റെ
സാർ നരേന്ദ്രൻ. അസിസ്റ്റന്റ് കമ്മീഷണറാ. സർ, ആ, ഇവനാലിത്തിരി അധികപ്പറ്റാണോ തന്റെ ഈ നോമിനി? അയ്യോ സാർ, ആ, ഒന്ന് പേടിപ്പിക്കാൻ വിളിച്ചതാ. സർ, ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സ്വയം ഇങ്ങനെ നേർക്കുനാറ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ? സാർ, ഞാൻ ഗാർഡിലുണ്ടായിരുന്നു 2.5 വർഷം. അവസാനത്തെ ടൈമിൽ, പിന്നെ അവസാനം വരെ. ആ, നീ ഇയാളോട് ചോദിച്ചെന്ന് കേട്ടു. CM എന്താ ഈ കേസ് പ്രത്യേക താല്പര്യമെന്ന്? സർ, ആ, നീ എങ്ങനെ വേണ്ടാത്തടത്ത് അന്വേഷിച്ച് കയറണ്ട. സർ, തന്നെപ്പോലെ തലതെറിച്ച ഗീതാഫീസർമാർക്ക് ഇയാളെ പോലെ പോഴന്മാരായ മേലാഫീസർമാർ പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ അങ്ങനെ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല. അറിയാമല്ലോ, അണികളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല, ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വ്യയം ചെയ്തിട്ടും ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എ സ്ട്രോങ് ഫേസ്. സർ, അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടി വരും. അങ്ങനെ ഒരു ഇടപാടാണിതും. ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണമെന്ന് പറഞ്ഞേക്കണം ഇവനോട്. പറയാം സാർ. ഓക്കോ സർ. എടോ എടോ പുലി, സർ, തനിക്കെന്റെ ഈ ഇടാപോടാ വിളി അത്രയ്ക്ക് അങ്ങോട്ട് ശീലപ്പെടുന്നില്ല അല്ലേ? ഇല്ല. ഉം. സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരു ഇമ്പം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ സഖാവിന്റെ ഒരു കീഴാഫീസറാണെന്ന് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. പക്ഷെ CM ചുമ്മാ കയറി പൊട്ടനെന്നും പോഴനെന്നും വിളിക്കുമ്പോ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം, വെറും ഒരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആരഗൻസ്. അത് മാത്രമേ ഉള്ളൂ സർ. കേട്ടില്ല. പേടിച്ചതാ സാർ, പേടിച്ചതാ മോൻ. പോഴൻ